4 വർഷം മുൻപ് അഷ്റഫ് ഗനി സർക്കാരിന്റെ പതനത്തെ തുടർന്ന് താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം ആദ്യ അഫ്ഗാൻ ഉന്നതതല സംഘം ഇന്ത്യയിലേക്ക് എത്തുന്നു. അഫ്ഗാനിലെ താലിബാൻ സർക്കാരിന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി അടുത്തയാഴ്ച ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഒക്ടോബർ 10 മുതൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. അതേസമയം സന്ദർശനത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് യാത്രാവിലക്ക് നേരിടുന്നതിനാൽ കഴിഞ്ഞ മാസം ന്യൂഡൽഹി സന്ദർശിക്കാനിരുന്ന മുത്തക്കിയുടെ യാത്ര റദ്ദാക്കിയിരുന്നു. സെപ്റ്റംബർ 30 യാത്രാവിലക്കിൽ UNSC ഇളവ് നൽകി. ഇതനുസരിച്ച് ഒക്ടോബർ 9 മുതൽ 16 വരെ മുത്തക്കിക്ക് ന്യൂഡൽഹി സന്ദർശിക്കാമെന്നും UN പ്രസ്താവനയിൽ പറയുന്നു. മോസ്കോ ഫോർമാറ്റ് ചർച്ചകളുടെ 7ാം ഘട്ടത്തിൽ പങ്കെടുക്കാൻ മുത്തക്കി ഒക്ടോബർ 6 മോസ്കോയിലേക്ക് പോകുമെന്ന് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രമുഖ താലിബാൻ നേതാക്കൾക്കെല്ലാം UN ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് വിദേശയാത്രകൾക്ക് അവർ പ്രത്യേക ഇളവ് നേടേണ്ടതുണ്ട്. മുത്തക്കിയുടെ സന്ദർശനം അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടവുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് ഒരു പുതിയ മാനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ മെയ് 15 മുത്തക്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആശയവിനിമയമായിരുന്നു അത്. അതേസമയം ഇന്ത്യ ഇതുവരെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല. കാബൂളിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ രൂപീകരിക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ജനുവരിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും മുത്തക്കിയും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം താലിബാൻ ഭരണകൂടം ഇന്ത്യയെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക സാമ്പത്തിക ശക്തിയായി വിശേഷിപ്പിച്ചിരുന്നു. ഇന്ത്യ ഗോതമ്പും മരുന്നുകളും ഉൾപ്പെടെ നിരവധി മാനുഷിക സഹായം അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ട്. രാജ്യത്തെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അഫ്ഗാനിസ്ഥാനെ തടസ്സമില്ലാത്ത സഹായം നൽകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു വരികയാണ്. 2022 ജൂണിൽ അഫ്ഗാൻ തലസ്ഥാനത്തെ എംബസിയിൽ ഒരു സാങ്കേതിക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഇന്ത്യ കാബൂളിൽ തങ്ങളുടെ നയതന്ത്ര സാന്നിധ്യം പുനഃസ്ഥാപിച്ചിരുന്നു. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം സുരക്ഷാ ആശങ്കകളെ തുടർന്നാണ് ഇന്ത്യ എംബസിയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ പിൻവലിച്ചത്.